അതായത് യേശു ക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്നും കേട്ട് മറന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങളുടെ ചങ്കിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പേഴ്സണൽ കൺവിക്ഷൻ, ബോധ്യമാണ് ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നത്. നിങ്ങൾക്കറിയാമോ, അന്നത്തെ കാലഘട്ടത്തിൽ സീസറിനോടൊപ്പം ലോകം മുഴുവനും സീസറാണ് ദൈവം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് സീസർ അല്ല, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവാണ് ദൈവം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്കായിട്ട് ലോകത്തിൽ ദൈവം നൽകിയിട്ടില്ല എന്ന് അന്നത്തെ ലോകം മുഴുവൻ കീഴടക്കിയിരുന്ന സീസറിന്റെ സാമ്രാജ്യത്തിന്റെ നെറുകയിൽ ചവിട്ടി നിന്നിട്ട് ഈ അക്ഷരജ്ഞാനമില്ലാത്തവര് വിളിച്ചു പറഞ്ഞു. അത്ര ബോധ്യം ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. തലവിട്ടുമെന്നറിയാം, കൊല്ലുമെന്നറിയാം, കുരിശ് തറയ്ക്കുമെന്നറിയാം, ചമ്മട്ടി കൊണ്ട് അടിച്ച് തല്ലി കീറുമെന്നറിയാം. പക്ഷെ എന്നാലും അവർ ഈ ബോധ്യം വെളിപ്പെടുത്താൻ മടിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് വേണ്ടത്. 1 മുതൽ 4 വരെ വായിച്ചു. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സ്ലീഹ പറയും, ഞങ്ങൾ പറയുന്നത് വെറും കഥയല്ലെന്നേ, ഞങ്ങൾ കൈകൊണ്ട് തൊട്ട, കണ്ണുകൊണ്ട് കണ്ട, സൂക്ഷിച്ചു വീക്ഷിച്ച, ഞങ്ങൾ കേട്ട വചനമാണ് ഈശോ. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് കാരണമാകുന്ന, നമ്മളെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്ന ശുശ്രൂഷ മേഖലകളിലാണ് നമ്മുടെ ആരാധനകൾ. നമുക്കറിയാം, ഈ ആരാധനയിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരു പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുവാൻ ഈശോ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒന്നാമത്തെ ഒരു ശ്രദ്ധയാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് വളരെ പെട്ടെന്ന് കാണുന്നത്. ഒന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നമ്മൾ ഒന്നാമതായി ദൈവത്തെക്കുറിച്ചൊരു വിചാരം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ വിശ്വസിക്കണം, ആ ആള് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരണ നൽകപ്പെടുന്ന ആളാണ്. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമുണ്ടായി, ഒരു കണ്ണുനീരിന് കാരണം, പെട്ടെന്നൊരു ആക്സിഡൻറ്റ്, പെട്ടെന്നൊരു അപകടം ഉണ്ടായി, നമ്മൾ ഓർക്കാപ്പുറത്തൊരു അടി കിട്ടി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്നൊരു രോഗം വന്നു. അതിനുള്ള പരിഹാരം എന്തായാലും നമ്മൾ കണ്ടെത്തുക. ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയേ പറ്റും. ആത്മീയ മക്കളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ പ്രതിസന്ധിക്ക് ആദ്യ പരിഹാരമായി ദൈവത്തെ തിരയും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള മനുഷ്യരും പണവും ആശുപത്രിയും കോടതിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. ദൈവമക്കളുടെ പ്രത്യേകതയാണ് ആദ്യ പരിഹാരം ദൈവം. മനസ്സിലായവർ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഒന്നാമത്തെ ചിന്ത. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ട്. ഒന്നാമത്തെ പരിഹാരം, ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം എൻ്റെ ദൈവം ആണ്. ഇതാണ് നമ്മളെ പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ പാഠം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. അത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. വീട്ടിൽ ചെന്ന് സൗകര്യമായിട്ട് വായിച്ചാൽ മതി. എന്നാൽ നമ്മളിപ്പോൾ വായിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ഈശോ 5 അപ്പം കൊണ്ട് എത്ര പേരെ തൃപ്തിപ്പെടുത്തി? 5000 പുരുഷന്മാർ തന്നെയാണ്. സ്ത്രീകളും വലിയൊരു സംഖ്യയുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുമ്പോൾ ഓരോ പുരുഷനും ഓരോ ഭാര്യമാരെ വെച്ച് കൂട്ടിയാൽ എത്ര പേരാവും? കണക്കറിയത്തില്ല അല്ലേ? ഒരു പുരുഷന് ഒരു ഭാര്യ വെച്ച് കൂട്ടിയാൽ എത്ര പേരാവും? 5000 പുരുഷന്മാർക്ക് 5000 ഭാര്യമാർ. അപ്പൊ ആകെ എത്രയായി? ബൈബിളും അറിയത്തില്ല, കണക്കും അറിയത്തില്ല. എത്രയായി? 10000.
അവർക്കൊക്കെ ഈ 2 മക്കളെ വെച്ച് കൂട്ടിയാൽ എത്ര പേരായി? കൺഫ്യൂഷനായി. 20,000-20,000-ഓളം മിനിമം കണക്കാണേ. ബൈബിള് നിങ്ങൾക്ക് വിശ്വസിക്കാം. ബൈബിള് പത്രം പോലെയല്ല. പത്രമായിരുന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ആളുകളുടെയൊക്കെ കണക്ക് പറഞ്ഞേനെ. പക്ഷേ ബൈബിളിൽ കൃത്യം കാര്യങ്ങളെ പറയത്തുള്ളൂ. 5,000-ഓളം പുരുഷന്മാർ ഉണ്ടായിരുന്നു. നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ സാധാരണ ഒരു കൺവെൻഷൻ നടത്തിയാൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടുന്ന വലിയൊരു സംഖ്യ അവിടെ ഉണ്ട്. വലിയൊരു കൂട്ടമുണ്ട്. 10,000-20,000-ഓളം ആളുകൾ. ഈ ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്ന് കർത്താവിന് ആഗ്രഹം. അതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. ഒന്നുകൂടെ വായിക്കാം. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. അതായത് ഒരു പ്രതിസന്ധിയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വരുന്നത്. നല്ല പ്രസംഗമൊക്കെ കഴിഞ്ഞു, വൈകുന്നേരമായി. ആളുകള് 20,000-ൽ പരം ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചൂടിയിരിക്കുകയാണ്. അവരുടെ വിശപ്പ് കണ്ടിട്ട് കർത്താവ് വിചാരിച്ച് ഭക്ഷണം കൊടുക്കണം. പക്ഷെ ശിഷ്യന്മാർ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അയൽ ഗ്രാമങ്ങളിൽ മാടക്കടകളുണ്ട്, രാത്രി തട്ടുകടകളുണ്ട്. അവിടെ പോയി ഈ ജനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു വിടുക. ഇതാണ് മനുഷ്യന്റെ ബുദ്ധി. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയിൽ എന്റെ കർത്താവ് എന്ത് ചെയ്യും എന്ന് ഇതിനകത്ത് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പൈതലിന്റെ പേരാണ് ദൈവ പൈതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പമില്ലാത്തപ്പോൾ ഇടപെടാൻ എന്റെ ദൈവത്തിനാകും എന്ന് ഒരു തോന്നൽ, ഒരു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ ആ പൈതലിന്റെ പേരാണ് ദൈവ പൈതൽ. വലതുകരം എടുത്ത് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് സുവിശേഷം പരിഹാരമാകുമോ ഇല്ലയോ? ഇതാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഈ വചനം പരിഹാരമാകുമോ ഇല്ലയോ? ദൈവവചനം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് നമുക്ക് കിട്ടേണ്ട വ്യക്തമായ ബോധ്യം. പേഴ്സണൽ കൺവിക്ഷൻ ആയിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആദ്യ പരിഹാരമായിട്ട് എനിക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യത്തെ തോന്നലായി എൻ്റെ ദൈവം ഉണ്ടോ, അതോ ഒരു 3ാമത് 4ാമതായിട്ട് എന്നാ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, എന്നാൽ പള്ളിയിലൊന്ന് പോയേക്കാം, എന്നാൽ ഒന്ന് ഇടപെടാൻ കർത്താവിനോട് പറയാം, ഇങ്ങനെ ചിന്തിക്കുകയാണോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ലോകത്തിന്റെ ചിന്തയും ദൈവ പൈതലിന്റെ ചിന്തയും. ലോകത്തിന്റെ ചിന്ത എന്താണെന്ന് അറിയാമോ? ലോകത്തിന്റെ ചിന്ത, ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ആന്ധ്രയിലൊക്കെ പോയിട്ട് ഫ്ലൈറ്റിന് ഇങ്ങനെ വരുമ്പോൾ ഈ ഫ്ലൈറ്റ് ഇൻഡിഗോ ഇങ്ങനെ എയർ ഗട്ടറിൽ ഇങ്ങനെ വീണു. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് കേട്ടു. വലിയ പേടിക്കാനൊന്നുമില്ല, നമ്മളിങ്ങനെ ഒരു ഗട്ടറിലാണ്, പക്ഷേ സീറ്റ് ബെൽറ്റൊക്കെ നന്നായിട്ടിട്ട് സീറ്റൊക്കെ സ്ട്രൈറ്റൻ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, വിൽ റീച്ച് ഇൻ ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം. ഞാൻ ആലോചിച്ച നേരം അത് കുറച്ചുകൂടെ അപകടമുള്ള ഒരു ഗട്ടറിൽ ഒക്കെ വീണ്. കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു പത്രത്തിൽ കണ്ടായിരുന്നു, ഈ വല്ലാതെ ഗട്ടറിൽ വീണ് ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. കുറേ പേരുടെ ബെൽറ്റൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയ കാര്യമൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു. അങ്ങനെ ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ ഈ പൈലറ്റ് എന്ത് പറഞ്ഞേനെ? പൈലറ്റ് പറഞ്ഞതിനെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നിയന്ത്രണത്തിലാണ്, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് പറഞ്ഞേക്കണം, അല്പം ഭയപ്പെടേണ്ടിയിരിക്കുന്നു, എന്നാലും പേടിക്കേണ്ട, നമ്മൾ നിയന്ത്രണത്തിൽ തന്നെയാണ്. കുറെ കൂടെ കഴിയുമ്പോഴത്തേന് നിയന്ത്രണം എല്ലാം പോകുമ്പം പൈലറ്റ് എന്നാ പറയും? എല്ലാ നിയന്ത്രണവും പോയി, നമ്മുടെ കൺട്രോളിലല്ല, ഇപ്പോൾ റഡാറിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഫ്ലൈറ്റ് അപകടത്തിലാണ്. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവത്തെ വിളിച്ചോണം, പ്രാർത്ഥിച്ചോണം. സാധാരണഗതിയിൽ
എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ, എല്ലാ വഴികളും അടയുമ്പോൾ ലോകം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവസാനം പറയും, എന്നാ പിന്നെ നിങ്ങളുടെ ദൈവത്തെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ലോകത്തിന്റെ രീതി. ഒരു അസുഖം വന്നു, ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടർ മരുന്ന് കൊടുത്തു, കഴിച്ചു, പിന്നെയും മാറുന്നില്ല വേദന. പിന്നെയും ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാം, സ്കാൻ ചെയ്തു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സർജറി വേണം, അങ്ങനെ സർജറിയും ചെയ്തു. എന്നിട്ടും നിങ്ങളുടെ ജീവൻ, ശരീരം, പ്രാണൻ ക്ഷയിച്ച് പോകുന്നത് കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇതാണ് ലോകത്തിന്റെ രീതി. എന്നാൽ ദൈവത്തിന്റെ രീതി എന്താണെന്നറിയാമോ? ദൈവമക്കൾ ഒന്നാമത്തെ പരിഹാരമായി ദൈവമേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയാ. ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരപ്പം തീരുമ്പോ, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോ, കടം കയറുമ്പോ, ആക്സിഡന്റ് വരുമ്പോ, രോഗമുണ്ടാകുമ്പോ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ആദ്യ പരിഹാരമായി ക്രിസ്തുവിനെ ഉയർത്താൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ അമേരിക്കയുടെ ഒരു റിയാലിറ്റി ഷോ ഉണ്ട്, അമേരിക്കൻ റിയാലിറ്റി ഷോ. അത് 2015 ദീപിക പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിച്ചതാണ്. പിന്നീട് ഞാനത് യൂട്യൂബിലുണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്തത് അത് ഞാൻ കാണുകയും ചെയ്തു. അതിൽ സെപ്റ്റംബർ മാസം 20 വന്ന ഒരു 79 കോടി ജനങ്ങൾ കണ്ട ഒരു അമേരിക്കൻ റിയാലിറ്റി ഷോ ഉണ്ട്, ഹാസ് ഗോട്ട് ടാലന്റ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ. ഇതിനകത്ത് ഹെവൻലി ജോയ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു 4 വയസ്സ് 5 വയസ്സ് കഷ്ടിയുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടി നല്ല മനോഹരമായ ഒരു പാട്ട് പാടും. അപ്പം അവൾക്ക് ഭയങ്കര കയ്യടി കിട്ടി. ജഡ്ജസ് അവൾക്ക് 1ാം സ്ഥാനം കൊടുക്കത്തക്ക രീതിയിൽ അത്ര മനോഹരമായ പാട്ട്. ഈ കുഞ്ഞിൻ്റെ സൗണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമ്പകരം, ഏത് പിച്ച്, ഹൈ പിച്ച് വരെ ടോപ്പ് പിച്ച് വരെ എടുക്കുകയും വളരെ ലോവിൽ വരെ പാടുകയും ചെയ്ത ഈ കുഞ്ഞിൻ്റെ പാട്ട് കേട്ടിട്ട് അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് അതിൽ ഒരു ജഡ്ജ് ഓടി വന്ന് ഈ കുഞ്ഞിനെ കോരി അങ്ങ് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാൻ കരുതുന്നു, എന്താ പേരെന്നൊക്കെ ചോദിച്ചു, ആരാണ് ഇതിൻ്റെ പിന്നിൽ, നിങ്ങൾ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞു, ഐ തിങ്ക് ഷേർലി ടെമ്പിൾസ് സ്പിരിറ്റ് ഈസ് ഇൻ യു. ഷേർലി ടെമ്പിൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രശസ്ത ഒരു ഗായികയാണ്. ആ ഗായികയുടെ ആത്മാവ് നിന്നെ ആവസിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത്ര മനോഹരമായിട്ടാണ് നീ പാടിയത്. ഈ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ ആ കൊച്ചെടുത്ത വായിൽ പറഞ്ഞതാണ്, നോട്ട് ഷേർലി ടെമ്പിൾ സ്പിരിറ്റ് ബട്ട് ജീസസ് സ്പിരിറ്റ് ഈസ് ഇൻ മീ. ഹല്ലേലൂയാ. 79 കോടി ആൾക്കാരുടെ മുൻപിൽ ഈ 5 വയസ്സുകാരി കർത്താവിന് കേട്ട പാടെ അവളുടെ ഹൃദയത്തിൽ ഉയർന്നു വന്ന പേരെന്താണെന്ന് അറിയാമോ? ജീസസ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും ആദ്യത്തെ പേര് ദൈവത്തിൻ്റെതായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ നയിക്കപ്പെടുന്നത് ദൈവാത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓർക്കാപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരും. കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആണെന്ന് തോന്നും, പെട്ടെന്ന് പ്രതിസന്ധി വരും. നമ്മുടെ പിടിവിട്ടു പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ വാ വിളിച്ച് നിൽക്കേണ്ടി വരും. ജീവിതം തകർന്ന് തരിപ്പണമാകാൻ, വഴിമുട്ടിപ്പോകാൻ, പൂട്ടു വീഴുന്ന അവസ്ഥ വരും. ഈ അവസരത്തിൽ ഹൃദയത്തിലേക്ക് ആദ്യമേ തെളിയുന്ന മുഖം, എന്റെ ദൈവത്തിന് ഈ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ശിഷ്യന്മാര് അവര് വൈകുന്നേരമായപ്പോ 10,000-20,000 ഈ ജനസമൂഹം ഒരു വലിയ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പട്ടിണി. ഈശോയ്ക്കറിയാം, രാത്രി തിങ്കളാഴ്ച വഴിയിൽ വെച്ച് തളർന്നു വീഴും. 3-4 ദിവസമായിട്ട് ഈശോയുടെ കൂടി നടന്ന കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. പാവപ്പെട്ട ജനം തളർന്നു പോകുമെന്ന് അറിയാമായിരുന്നിട്ടും ശിഷ്യന്മാര് ഈശോയോടൊരു വാക്ക് ചോദിക്കാതെ ഒരഭിപ്രായം അങ്ങ് പറഞ്ഞു. എന്താണെന്നറിയാമോ?
ഇവരെ പറഞ്ഞയക്കുക. ഇവരെവിടെയെങ്കിലും പോയി കഴിയട്ടെ. ഈ തൊല്ല, ഈ ഭാരം, ഈ പ്രതിസന്ധി നമ്മുടെ നിന്ന് ഒഴിഞ്ഞു പോട്ടെ. ലോകത്തിൻ്റെതായ രീതികളുണ്ട്, അങ്ങോട്ടങ്ങ് വിട്ടേര്, അതുങ്ങൾ പോട്ടെന്നേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെതായ വഴികളുണ്ട്. പക്ഷെ ദൈവ പൈതൽ എന്താണ് എന്നറിയാമോ? ആദ്യ പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ മോളെ വിഷമിക്കേണ്ട, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. അത് വിശ്വാസത്തോടെ പറയണം. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങള്, നമ്മുടെ മക്കള് പ്രതിസന്ധിയിൽപ്പെടും. നമ്മുടെ അയൽക്കാര് ഒരു ജീവിതത്തിൽ വഴിമുട്ടിപ്പോവും, തളർന്നു പോവും. ഒരു പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്ന് പറ്റാതെ നിൽക്കും. അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, എൻ്റെ പ്രിയപ്പെട്ടവരെ വിഷമിക്കേണ്ട, ആദ്യ പരിഹാരം ദൈവമാണ്. ഇങ്ങനെ പറയാൻ പറ്റിയാൽ ആ കുഞ്ഞിന്റെ പേരാണ് ദൈവക്കുഞ്ഞ്, ദൈവ പൈതൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഇല്ലാത്തപ്പോൾ എൻ്റെ ദൈവം എന്ത് ചെയ്യുമെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത കൊണ്ടുവരണം. ഹല്ലേലൂയ. 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 ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, എന്നാ രോഗം? ഇന്ന അല്ലേ, ഓക്കെ, നമുക്ക് ഇന്ന ഹോസ്പിറ്റലിൽ, ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ഇന്നൊരു ഡോക്ടർ എനിക്കറിയാം കേട്ടോ, എനിക്ക് വേണേൽ വിളിച്ചു പറയാം, അല്ല സൂപ്പർ ഡോക്ടറാണ്, ഓക്കെയാണ്. പ്രിയപ്പെട്ടവരത് പറയണ്ടെന്നല്ല, പക്ഷെ അതിന് മുൻപാദ്യമേ പറയേണ്ടത്, പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരിക്കല് നമ്മുടെ ഇടവകയിൽ തന്നെ നീരജ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇരിപ്പുണ്ടോ? പള്ളിവാതിക്കൽ നീരജ് ഇല്ല. അദ്ദേഹം ഞാൻ ഓർക്കുന്നുണ്ട്, തുമ്പവണ്ണ പള്ളിയിൽ ഇങ്ങനെ ആരാധനയ്ക്കൊക്കെ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ഇങ്ങനെ നിന്നപ്പോഴത്തേന് ഒന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു പ്രേരണ കിട്ടി, കാലിനൊരു വേദനയുണ്ടോ എന്ന് ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചു, കാലിന് വല്ല വേദന? എൻ്റെ അച്ഛോ, യൂറിക് ആസിഡ് വന്നിട്ട് കാല് നിറയെ കുത്താൻ പറ്റാതെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. സാരമില്ല, കർത്താവ് പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞു. അതെ, ഈ കഴിഞ്ഞ ദിവസം വന്നാണ് സാക്ഷി പറഞ്ഞത്, എൻ്റെ അച്ഛോ ഒരു 3-4 വർഷമായി അന്ന് പ്രാർത്ഥിച്ച അച്ഛ, അതിൽ പിന്നെ യൂറിക് ആസിഡിന്റെ ഒരു വേദന, എനിക്ക് ആ സംഭവം അങ്ങ് വിട്ടുപോയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഇടവയിലെ കിടങ്ങിലെ മേരി അമ്മ വന്നിട്ടുണ്ടോ? വന്നൊരു സാക്ഷ്യം ഇങ്ങനെ ഉണ്ടോ? അതാ അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ചൂരപടി ഇങ്ങനെ കിടക്കുന്ന കണക്കെ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുക. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, വെച്ചാൽ ത്രോംഫോസിസ് ആകാനും സാധ്യതയുണ്ട്. ത്രോംഫോസിസ് എന്നൊക്കെ പറഞ്ഞ് കാല് കൈയൊക്കെ മുറിച്ച് കളയേണ്ട, നരമ്പ് കെട്ടായി കഴിഞ്ഞാൽ, ബ്ലഡ് ക്ലോട്ടായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു. കർത്താവ് സൗഖ്യം തരും. കർത്താവിന് അസാധ്യമാവുന്നില്ല. ഒന്നാമത്തെ പരിഹാരം കർത്താവാണ്. അതിനുശേഷം അമ്മ പറയണം, ആ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കിയപ്പോൾ ഈ കറുത്ത പാടുമില്ല, കൈയുടെ അസ്വസ്ഥതയും വേദനയും വിട്ടുമാറി. ഹല്ലേലൂയ. അതുപോലെ തന്നെ അമ്മമ്മ കണ്ണന് എന്തോ കടിച്ചിട്ട് ഇങ്ങനെ നീര് വെച്ച് ഇവിടെ വന്നിങ്ങനെ നിന്നു. കർത്താവ് അതും അടുത്ത ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു ഞായറാഴ്ചയാണ്. ഞാൻ നോക്കിയപ്പോൾ അമ്മ വന്നിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ച് വന്നിരിക്കും. ഞാൻ വിചാരിച്ചു, ഇതെന്നാ പറ്റി? ആ കണ്ണ് കർത്താവ് പൂർണ്ണമായി അടുത്ത ദിവസം നോക്കിയപ്പോൾ ആ കണ്ണിൻ്റെ നീരും കാര്യങ്ങളും ഒക്കെ എന്തോ കടിച്ചാണ്. അത് കർത്താവ് എടുത്തു മാറ്റി. അതായത് ഒന്നാമത്തെ പരിഹാരമായി കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരാനുള്ള ജ്ഞാനം കിട്ടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല ഡോക്ടേഴ്സിനെ പരിചയം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടെങ്കിൽ നല്ല പരിഹാരമുള്ള വക്കീലുമാരുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ലോകത്തിന്റെ പരിഹാരമാണോ ആദ്യമേ വരുന്നത്, അതോ എന്റെ കർത്താവ് എനിക്കുണ്ട് എന്നൊരു ചിന്തയാണോ ആദ്യമേ വരുന്നത്? അങ്ങനെ വരുന്നവർ പറ ഹല്ലേലൂയ. സന്തോഷത്തോട് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ബോധ്യം ഉള്ളിൽ വരണം എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിനുള്ള കാരണമാണ് പേഴ്സണൽ കൺവിക്ഷൻ ഉണ്ടാകണം. പേഴ്സണൽ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് ഇതിന് മതിയായവനാണ്, അവൻ ഇതിന് മതിയായവനാണ്. ഈ പ്രതിസന്ധിക്ക് എൻ്റെ ദൈവത്തിനൊരു പരിഹാരം ഉണ്ട്. ദൈവ പൈതലാണോ, അവന്റെ നാമത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, അവന്റെ പേരിലാണോ, ക്രിസ്ത്യാനിയാണോ, അവന്റെ നാമത്തിലാണോ നമ്മൾ ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വന്നത്, അങ്ങനെയെങ്കിൽ അവന് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അല്ലേ ബിബിന പാട്ടേതാ? പരിഹാരം എനിക്ക് അവൻ കരുതിയിട്ടുണ്ട്. അല്ലേ? എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ആ പാട്ട് അല്ലേ? അത് പാടണം. എൻ്റെ ആദ്യത്തെ എങ്ങനെ ബിബിനോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ദയവായിട്ട് ഈ ഇടയ്ക്ക് വെച്ച് പാട്ട് പറയില്ല. ആദ്യം തൊട്ട് പറഞ്ഞില്ല, ഞാൻ വളരെ കൺഫ്യൂഷനാണ്. ഏത് പാട്ടാ? എനിക്കായി കരുതുന്നവൻ.
ഇങ്ങനെ ഒരു പാട്ട് ഇതാണ്, ഇത് ബോധ്യമാണ്. മക്കളെ ഒന്ന് എഴുന്നേറ്റേ, ആ പാട്ടൊന്ന് പാടിക്കേ. എനിക്കായി കരുതുന്നവൻ. നിങ്ങൾ പാടുന്നില്ലെങ്കിൽ ആൾക്കാരെല്ലാം റെഡി, 1 2 3 സ്റ്റാർട്ട്. എനിക്ക് കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹൈ പിച്ചിലാണ് ബിപിൻ പാടുന്നത്, നമ്മളൊക്കെ ലോ പിച്ചിലൊക്കെ ഇങ്ങനെ നിന്നേ ഉള്ളൂ. അത് രണ്ടുപേരും പഠിക്കാനേ. ജീവിതത്തിൽ വരണം. നമ്മളൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുകയാണ്, നമ്മളൊരു ജോലി, ഒരു സംരംഭം ആരംഭിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വരികയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു സ്ഥലത്ത് എത്തപ്പെടുകയാണ്, നമ്മളൊരു വീട് പണിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് എൻ്റെ ദൈവം എന്താണ് ആലോചന ഇതിനെക്കുറിച്ച് നടത്തിയിരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ ദൈവമക്കൾക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ആശാരി മോശാരി അടുത്തൊക്കെ പോകാവൂ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ സ്ഥാനം കാണാനും വാസ്തുവിനും ഒക്കെ ഇങ്ങനെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ദൈവികമല്ല, അത് ദൈവികമായ കാര്യമല്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ ദൈവം ആശീർവദിക്കുന്ന മുഹൂർത്തം, സമയമാണ് സമയം. നിന്റെ ദൈവം ആശീർവദിക്കുന്ന ആ വസ്തു വെഞ്ചരിക്കുന്നത് അത് അനുഗ്രഹമായി മാറും. അതിനാണ് ദൈവത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് ഈ ബോധ്യം കിട്ടുന്നത്? ഇത് ഓൾ ഓഫ് എ സഡൻ നമുക്ക് കിട്ടത്തില്ല. ഇതിന് എങ്ങനെയാണ് ആ വഴി എന്നറിയാമോ? നമ്മളൊരു വചനം കേൾക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. 2 പത്രോസ് 1-ാം അധ്യായം 16-ാം തിരുവചനം. 2 പത്രോസ് 1-ന്റെ-16-ാം തിരുവചനം വായിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ അവന്റെ ശക്തി പ്രഭാവത്തിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. ഞങ്ങൾ അവന്റെ ശക്തിപ്രാഭവത്തിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത്. അത് പത്രോസ്ലിംഗ പറയുന്ന ഒരു വചനമാണ്. പത്രോസ്ലിംഗ തന്റെ ലേഖനത്തിൽ പറയുകയാണ്, മക്കളെ, ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ഈ ദൈവവചനം നിങ്ങളോട് പറയുന്നത് കൽപ്പിത കഥകൾ മെനഞ്ഞെടുത്ത് പറയുന്നതല്ല. ഇത് ഇതിഹാസങ്ങളോ പുരാണങ്ങളോ അല്ല. ഇത് കഥകൾ ഉണ്ടാക്കി പറയുന്നതല്ല. ഇത് ഭാവനയിൽ സിനിമാ കഥകളല്ല. മറിച്ച് ഇത് ഞങ്ങൾ അവന്റെ ശക്തി പ്രാഭവത്തിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ പത്രോസ് പറയാണ്, ഞങ്ങൾ അവന്റെ കൂടെ നടന്നപ്പോ മരിച്ചവനെ അവൻ തൊട്ടു. ജായിറോസിന്റെ മകളെ കൈക്ക് പിടിച്ചപ്പോ മരിച്ച കൊച്ച് എഴുന്നേക്കുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. ലാസറിന്റെ കല്ലറയെ അടച്ചു പൂട്ടിയതായിരുന്നു. പക്ഷേ അവൻ ചെന്നിട്ട് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോ മരിച്ചവൻ, ഈ ശീലകൾ ചുറ്റി ജീർണിച്ചു തുടങ്ങിയവൻ എഴുന്നേറ്റ് വരുന്നത് കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതാ. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവന്റെ മുറിവുകളോട് ഞങ്ങൾ കണ്ടതാ. ഈ ശക്തിപ്രാഭവത്തിന്റെ ദൃക്സാക്ഷികളാ ഞങ്ങൾ. ഈ പേഴ്സണൽ കൺവിക്ഷൻ ഞങ്ങൾക്കുണ്ട്. ക്രിസ്തു ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, ഒരു പ്രതിസന്ധി വന്നാൽ ഈ ക്രിസ്തു എനിക്ക് മതി എന്ന് പറയാൻ നമുക്ക് പറ്റും. അല്ലാതെ ഞാനിത് പറഞ്ഞത് കൊണ്ടോ കുറെ പ്രസംഗം കേട്ടത് കൊണ്ടോ ഒന്നും ആദ്യ പരിഹാരമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ ആർക്കും പറ്റില്ല. യേശു ക്രിസ്തു അവൻ ഇതെല്ലാം സാധിക്കും. അവന്റെ ശക്തി, അവന്റെ പ്രാഭവം, അവന്റെ മഹത്വം, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഇതേ ചങ്കിൽ തൊട്ട് തട്ടി കിട്ടി കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ, ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഓടും പള്ളിയിലേക്ക്.
ഏത് ക്രൈസിസ് വന്നാലും എൻ്റെ കർത്താവ് എനിക്ക് മതി, അത് കഴിഞ്ഞിട്ട് മതി. ഈ ലോകത്തിന്റെ കണക്ക് കൂട്ടലുകളും ആളുകളും ഒന്നാം സ്ഥാനം ദൈവത്തിന് നമ്മൾ കൊടുക്കും. പറ ഹല്ലേലൂയാ, ശക്തിയോട് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ, സുന്ദരമായ വചനം കേൾക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഈ അപ്പോസ്തലന്മാര് എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നപ്പോഴും അവരതിനെ കൈകാര്യം ചെയ്തത്? ഈ കൺവിക്ഷൻ ഉള്ളതുകൊണ്ട്, ബോധ്യമുള്ളതുകൊണ്ട്. ഹല്ലേലൂയാ. പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ആ വചനത്തിലേക്കൊന്ന് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിന്റെ 41, 42, 43, 44 വചനങ്ങൾ വായിച്ചു കേൾക്കാം. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അതായത് ഒരു അപ്പോസ്തലന്മാർ പറയുകയാണ്, ഇത് പത്രോസിന്റെ പ്രസംഗമാണേ. നിങ്ങൾക്കറിയാം, ഈ പത്രോസിന്റെ പ്രസംഗം എന്നൊക്കെ പറയുന്നത് തീർത്തും വിളുമ്പിൽ താമസിച്ച, കടൽ തീരത്ത് താമസിച്ച, മീൻ പിടിക്കാൻ മാത്രം അറിയാവുന്ന, അക്ഷരജ്ഞാനമില്ലാത്ത മുക്കുവരായ ആളുകളുടെ ഇടയിൽ കഴിഞ്ഞിരുന്ന ഈ പത്രോസിന്റെ പ്രസംഗം. ഇതാണ് നമ്മൾ 2000 വർഷം കഴിഞ്ഞിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അക്ഷരജ്ഞാനമില്ലാത്ത ആളിന്റെ പ്രസംഗത്തെക്കുറിച്ച് ഡോക്ടറേറ്റുകളുണ്ട്, ഇഷ്ടം പോലെ തീസിസുകൾ. ബുദ്ധിമാന്മാരെല്ലാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. ആര്? ഈ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ പറഞ്ഞ പ്രസംഗമാണ് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെമിനാരികൾ പണിതുയർത്തിയിരിക്കുന്നതും തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പണിതുയർത്തിയിരിക്കുന്നതും വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായതും ഈ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ പറഞ്ഞ പ്രസംഗത്തെക്കുറിച്ചുള്ള പഠിത്തം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇവരൊക്കെ പ്രസംഗിച്ചതും പറഞ്ഞതും ഇന്നും ദൈവശാസ്ത്രജ്ഞന്മാർ, ഞങ്ങൾ അച്ഛന്മാര്, അല്ലെന്നുണ്ടെങ്കിൽ വൈദികർ, സന്യസ്തര്, സമർപ്പിതര് ഒക്കെ ഇത് പിന്നെയും 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 ധ്യാന വിഷയമാക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അതാണ് പറയാൻ വരുന്നത്. വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 41 മുതൽ. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവനോട് കൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണു ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. പത്രോസ് പറയാണ്, ഞങ്ങൾ ആരാണെന്ന് മക്കളെ നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബലം. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ ചങ്കുയർത്തി നിൽക്കുന്നത്, തലയുയർത്തി നിൽക്കുന്നത്, ചുമലുയർത്തി നിൽക്കുന്നത്, നെഞ്ചു വിരിച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. എന്താണെന്ന് അറിയാമോ? ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ഇതാണ് പേഴ്സണൽ കൺവിക്ഷൻ. ഇതാണ് വ്യക്തിപരമായ ബോധ്യം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ധൈര്യമുള്ളവരാക്കുക. ഏത് പ്രതിസന്ധിയിലും പരിഹാരമായിട്ട് ഈ ദൈവമുണ്ട് എന്ന് ഉയർത്തി പറയാനുള്ള കാര്യം എന്നറിയാം, ഉള്ളിൽ തട്ടിക്കിട്ടുന്ന ബോധ്യമാണ്. ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ. എന്നിട്ട് പറയാണ് 42-ാം വാക്യം, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അടുത്ത വചനം, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതായത് യേശു ക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്നും കേട്ട് മറന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങളുടെ ചങ്കിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പേഴ്സണൽ കൺവിക്ഷൻ, ബോധ്യമാണ് ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഏത് പ്രശ്നങ്ങളിലും അവരാദ്യമേ യേശുവിൻ്റെ നാമം ഉയർത്തും. നിങ്ങൾക്കറിയാമോ, അന്നത്തെ കാലഘട്ടത്തിൽ സീസറിനോടൊപ്പം ലോകം മുഴുവനും സീസറാണ് ദൈവം എന്ന് പറഞ്ഞിരുന്നൊരു കാലത്ത് സീസർ അല്ല, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവാണ് ദൈവം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്കായിട്ട് ലോകത്തിൽ ദൈവം നൽകിയിട്ടില്ല എന്ന്
അന്നത്തെ ലോകം മുഴുവൻ കീഴടക്കിയിരുന്ന സീസറിന്റെ സാമ്രാജ്യത്തിന്റെ നെറുകയിൽ ചവിട്ടി നിന്നിട്ട് ഈ അക്ഷരജ്ഞാനമില്ലാത്തവര് വിളിച്ചു പറഞ്ഞു. അത്ര ബോധ്യം. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്, ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. തലവിട്ടുമെന്നറിയാം, കൊല്ലുമെന്നറിയാം, കുരിശ് തറയ്ക്കുമെന്നറിയാം, ചമ്മട്ടി കൊണ്ട് അടിച്ച് തല്ലി കീറുമെന്നറിയാം. പക്ഷെ എന്നാലും അവർ ഈ ബോധ്യം വെളിപ്പെടുത്താൻ മടിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് വേണ്ടത്. ഹല്ലേലൂയ. സ്വരമെഴുതി പറയാമോ? ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം പ്രാപിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇതാണ് ബോധ്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശുവാണ് ഏക പരിഹാരമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹായുടെ ആ കൺവിക്ഷൻ, 3 പേരുടെ പുതിയ നിയമത്തിൽ ആദിമസഭയിലെ 3 ശ്ലീഹന്മാരുടെ പ്രത്യേകമായ ബോധ്യം നമ്മളൊന്ന് ധ്യാനിക്കുന്നതല്ല. പത്രോസ് ശ്ലീഹ പറഞ്ഞാണ് നമ്മളിപ്പോൾ വായിച്ചത്. പത്രോസ് ശ്ലീഹ പറയാണ്, അവന്റെ ശക്തിപ്രാഭവത്തിന്റെ ദൃക്സാക്ഷികളാ ഞങ്ങൾക്കറിയാം കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവൻ കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. യോഹന്നാൻ ശ്ലീഹ, 1 യോഹന്നാൻ 1 അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കാമോ? 1 യോഹന്നാൻ 1 അധ്യായം ആദ്യമേ 1 മുതൽ 4 വരെ വായിച്ചു. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹ പറയും, ഞങ്ങൾ പറയുന്നത് വെറും കഥയല്ലെന്നേ, ഞങ്ങൾ കൈ കൊണ്ട് തൊട്ട, കണ്ണുകൊണ്ട് കണ്ട, സൂക്ഷിച്ചു വീക്ഷിച്ച, ഞങ്ങൾ കേട്ട വചനമാണ് ഈശോ. ഈ പേഴ്സണൽ ബന്ധമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിർത്തിയത്. അതുകൊണ്ടാണ് ഏത് ക്രൈസിസിലും പരിഹാരം എൻ്റെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റണം. ഏത് പ്രതിസന്ധികൾ, അത് നമ്മൾ ഒരു പക്ഷേ പറഞ്ഞാൽ നമ്മൾ തീർന്നു, ജീവിതം തീർന്നു, ഇനിയും എന്നെ എൻ്റെ ഈ ലോകത്തിന് ആർക്കും വേണ്ട, എന്നെ അന്യനാക്കുന്ന, എന്നെ തള്ളിക്കളയുന്ന, എന്നെ എല്ലാം കൊണ്ട് രോഗം പീഡിപ്പിക്കുന്നു, എന്നെ ആളുകൾ പീഡിപ്പിക്കുന്നു, എൻ്റെ ജീവിതം വഴിമുട്ടുന്നു, നാളത്തെ ജീവിതം എൻ്റെ പ്രത്യാശാഭരിതമല്ല, അങ്ങനെ എല്ലാ അവസ്ഥയിലും ഞാൻ തകർന്നു പോയാലും ആദ്യ പരിഹാരമായി എന്നെ കാണുന്ന എൻ്റെ ദൈവമുണ്ട് എന്ന ഒരു ബോധ്യം തട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ തകർക്കാൻ ആർക്കും പറ്റില്ല. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹായുടെ ആ കൺവിക്ഷൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിന്റെ 8 വാക്യം വായിക്കാം. ഫിലിപ്പിയർ 3 അധ്യായത്തിന്റെ 8 വാക്യം. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയാണ്, എന്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായി എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്തൊക്കെയാ പുള്ളി കളഞ്ഞെന്നറിയാമോ? അതിന് തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, പുള്ളി ഫരീസയനായിരുന്നു, റോമ പൗരത്വമുണ്ടായിരുന്നു, ഗമാലിയേൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രൊഫസറായിരുന്നു. താർസൂസിലെ ഗമാലിയേലിന്റെ പാദപീഠങ്ങളിൽ ഇരുന്ന് ശിക്ഷണം അഭ്യസിച്ച, വിദ്യ അഭ്യസിച്ച ജ്ഞാനിയായ ഡിഗ്രിയുള്ള ആളായിരുന്നു. തീവ്രവാദിയായ ഒരു ഫരീസയൻ, ഒരു യഹൂദൻ, മതഭക്തൻ. അദ്ദേഹത്തിന് അറിവുണ്ട്, യാത്ര ചെയ്ത പരിശീലനമുണ്ട്, അദ്ദേഹത്തിന് പുരോഹിതരുമായിട്ട് നല്ല ബന്ധമുണ്ട്, സൈന്യവുമായി, റോമ സൈന്യവുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ തിട്ടൂരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ ആദിമ ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കാൻ സാവൂൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ സ്വാധീനമുള്ള, മതസ്വാധീനമുള്ള, ഫരീസയ മനസ്ഥിതിയുള്ള, തീവ്രവാദിയായ ഒരു യഹൂദനായ, ആ ശക്തനായ, അറിവുള്ള, ഡിഗ്രിയുള്ള, പത്രാസുള്ള, പേരും പെരുമയും പ്രശസ്തിയുമുള്ള, സ്ഥാനമാനങ്ങളുള്ള, പണമുള്ള ഈ ചെറുപ്പക്കാരൻ ആരോഗ്യത്തോടെ ഈ വഴിത്താരയിൽ ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ പറയാണ് വചനം, ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ
വിലയുള്ളതാകിയാൽ ഈ ജ്ഞാനത്തെക്കാളെല്ലാം വിലയുള്ളതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നെനിക്ക് ബോധ്യപ്പെട്ടതിനെ ഇതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ വേസ്റ്റ് ആയിട്ട് കാണുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ പേഴ്സണൽ കൺവിക്ഷൻ. അതുകൊണ്ടാണ് പൗലോസ്ലീഹയ്ക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ആദ്യമേ പൗലോസ്ലീഹ ചെയ്യുന്നത് യേശു. 1 കൊറിന്തോസ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാമോ? 1 കൊറിന്തോസ് 2-ന്റെ 2-ാം വാക്യം. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ്ലീഹ തീരുമാനിച്ചു, നിങ്ങളുടെ ഇടയിൽ ഞാൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നാമതായി ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നിങ്ങളോട് സംസാരിച്ചാൽ വേറെ കഥകളൊന്നും എനിക്ക് പറയാനില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് യേശുവിനെ കുറിച്ച്. യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹ വളരെ ശക്തമായ ബോധ്യത്തോടുകൂടി ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യ പരിഹാരം. ക്രിസ്തുവാണോ? ക്രിസ്തുവായി ജീവിതത്തിൽ ആദ്യത്തെ എല്ലാത്തിൻ്റെയും പരിഹാരമായി ക്രിസ്തുവിനെ ഉയർത്തണമെങ്കിൽ നമുക്ക് ഈ ബോധ്യം കിട്ടണം. അവൻ മതിയായവനാണ്. അവൻ ആരിലും പോന്നവനാണ്. അവൻ ആരിലും മതിയായവനാണ്. അവൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്തിൽ അധികാരികളും ലോകത്തിന്റെ എല്ലാ ചക്രവർത്തിമാരും അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ കഴിഞ്ഞിട്ടേ പണവും പ്രതാപവും ഒക്കെ ഉള്ളൂ. അവൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്തിലെ സർവ്വ ആളുകളും ഉള്ളൂ. ഒരു ലോകം മുഴുവൻ ഇളകി വന്നാലും അവൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഈ ഒരു ബോധ്യം ഉള്ളിൽ തട്ടിക്കിട്ടിയ പ്രിയപ്പെട്ട ഒരു മരണം വരെ നമ്മൾ വിശ്വസ്തരായിരിക്കും. നമ്മൾ കർത്താവിനെ ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയാ. തെസ്സലോനിക്കർ 1-ാം അധ്യായം 5-ാം വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമ്മൾ ഈ ആരാധന പൂർത്തിയാക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടുമത്രേ. അതായത് പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത് വെറുതെ വചനം മാത്രം പറഞ്ഞു പോവല്ല. അവരിത് പറയുമ്പോൾ തന്നെ അവർക്കൊരു ശക്തി ഫീൽ ചെയ്യും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശക്തി പുറപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ട്രാൻസ്ഫോം ചെയ്യും. അല്ലാതെ ഇത് വെറുതെ ഒരു പ്രഭാഷണമല്ല, ഇതൊരു ഒരു പ്രസംഗമല്ല. ഒരു പറയാണ്, ഞങ്ങൾ ഒന്നുകൂടെ വായിച്ച വചനം. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല. വചനം പറഞ്ഞുകൊണ്ട് മാത്രമല്ല സുവിശേഷം പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു അടുത്ത് നിന്നിട്ട് ഇത് പറ, ഈ വചനം കൊണ്ടുകൂടെ. ആ സമയത്ത് ആ വചനത്തിലുള്ള ഈശോ ചെന്നിട്ട് ആ രോഗപീഠയുള്ള ആ പൈശാചികപീഠയുള്ള വ്യക്തിയെ മോചിപ്പിച്ചെടുക്കും. ഒരു ശക്തിയാണിത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരം, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനപരിവർത്തനം, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു നിറയുന്നു. എന്റെ ഈശോ മതി എനിക്ക് എന്നൊരു ചിന്ത, തീരുമാനം എടുക്കാനുള്ള കൃപ കിട്ടുന്നു. ശുശ്രൂഷയിൽ തളർന്നു കഴിയുന്ന ആളുകള്, മന്ദത പിടിച്ചു കഴിയുന്ന ആളുകള്, മനസ്സ് മുരടിച്ചു കഴിയുന്ന ആളുകള്, കണ്ണു പൂട്ടിയിട്ടിരിക്കുന്ന ആളുകള്, അങ്ങനെ ചില ആളുകളുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഏശാത്ത ആളുകളുണ്ട്. അത് വേറൊരു ദിവസം പറഞ്ഞുതരാം. ഇതെല്ലാം കേട്ടാലും ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്ന ആളുകളുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കി മാറ്റും. നമുക്ക് അബ്രഹാമിന്റെ കൂടെ ലോത്ത് എന്ന് പറയുന്ന ഒരു അബ്രഹാമിന്റെ സഹോദരനുണ്ടായിരുന്നു. അപ്പൊ ഈ ലോത്ത് ലോത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 13-14 അധ്യായങ്ങളിലാണ് സോദോം ഗോമോറ നശിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഈ സോദോം ഗോമോറ നശിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് ലോത്തിന് കിട്ടും. അപ്പൊ ഇങ്ങനെ ലോത്ത് ചെന്നിട്ട് ഈ ലോത്തിന്റെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കുടുംബങ്ങളുണ്ട്, ആ നാട്ടിലെ കുടുംബങ്ങളുണ്ട്. അപ്പം ലോത്ത് ചെന്നിട്ട് ഇത് പറഞ്ഞു, അതേ ഈ സ്ഥലം, അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാമോ? ഉൽപ്പത്തി 19-ന്റെ 14-ാം വാക്യം. ഉടനെ ലോത്ത് തന്റെ പുത്രന്മാരെ
തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തു ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. അതായത് ഒരു നാട് നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ തീയും ഗന്ധകവും കൊണ്ട് ഈ സോദോമ്യ പാപം മൂലം ഈ നാട് നശിപ്പിക്കാൻ പോവുക. അപ്പൊ ലോത്ത് ഇത് മനസ്സിലാക്കിയിട്ട് ലോത്തിന്റെ ഭാര്യമാരെ കല്യാണം കഴിക്കാനിരുന്ന വീട്ടുകാരോട് എന്ന് പറഞ്ഞു, ബന്ധുക്കളാകാൻ പോകുന്നവരോട് പറഞ്ഞു, അതെ, ഞങ്ങൾക്കൊരു ദൂത് കിട്ടി, ഒരു മെസ്സേജ് കിട്ടി. ഇങ്ങനെ ജീവിച്ചാൽ, ഈ പാപത്തിൽ ജീവിച്ച കർത്താവ്, ഇത് ദേഷ്യം വരും, കർത്താവിന് കോപം വരും, കർത്താവ് നമ്മളെ നശിപ്പിക്കുമേ, ദുരിതം വരാൻ സാധ്യതയുണ്ട് എന്നൊരു അപകടം പറഞ്ഞപ്പോ ഈ ലോത്തിന്റെ മക്കളെ കല്യാണം കഴിച്ചിട്ട് വീട്ടുകാർക്ക് എന്നാ തോന്നിയെന്നറിയാമോ? ആ ലോത്ത് തമാശ പറയുകയാണെന്നാ തോന്നി. ഇങ്ങനെ ചില ആളുകളുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെ അച്ഛന്മാർ പറയും, ഇതൊക്കെ ഒരു നേരം പോക്കുകൾ. പിന്നെ എത്ര എണ്ണമുണ്ട്, എത്ര കേട്ടിരിക്കുന്നു, തമാശ ആയിട്ട് തോന്നും. എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ഇനിയും വന്നിരുന്നാൽ തന്നെ ഇങ്ങനെ മെഴുക്കുസിയാന്നിരിക്കും, ഒന്നും മനസ്സിലാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരവസ്ഥയുണ്ട്. ഇത് പറയുമ്പോൾ ദൈവം ആദ്യ പരിഹാരമായി സ്വീകരിക്കാനോ ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുക്കാനോ പറ്റാത്ത വിധം ഹൃദയം ആലസ്യത്തിലാണ്ടുപോയ, ഹൃദയം മന്ദതയിലാണ്ടുപോയ, ഹൃദയം മത്തുപിടിച്ചിരിക്കുന്ന, തലയിലൊന്നും കയറാതെ പാപത്തിന്റെ അടിപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആളുകൾ ഈ ദേശത്ത് ഉയരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് ഏത് പരിസ്ഥിതിയിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആളുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം നമ്മുടെ നാട്ടിലും ഇടവകയിലും കുടുംബങ്ങളിലും ഉണ്ടാവുള്ളൂ. ദൈവം പ്രീതിപ്പെടുന്ന ആളുകൾ ദൈവ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ച് നടത്തുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയാ. അല്ലാത്തവർ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു തമാശയാണെന്ന് തോന്നും. എന്താ സംഭവിച്ചേ? സോദോം ഗോമോറ മുഴുവനും തീയും ഗന്ധവും കൊണ്ട് നശിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകും. ചൈനയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം 55 ലക്ഷം പേരെ ഒരു വെള്ളപ്പൊക്കം കൊണ്ടുപോയ സംഭവം നമുക്കറിയാം. 18 ലക്ഷത്തിൽ പരം ആൾക്കാരെ മറ്റൊരു വെള്ളപ്പൊക്കം കൊണ്ട് ചൈനയിൽ തന്നെ നടന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ സുനാമി ദുരന്തങ്ങൾ. ഇത് പേടിപ്പിക്കാൻ പറയുന്നില്ല, മറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ ദൈവം നടത്തും. അതിൽ പെട്ടുപോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ആദ്യത്തെ പരിഹാരം, ആദ്യത്തെ ലക്ഷ്യം, ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുത്ത് പരിശീലിക്കണം. അതാണ് ദൈവമക്കളുടെ തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയാ. സ്വരമെഴുതി ഹല്ലേലൂയാ എന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്കായി ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ യേശു നാമം ഉച്ചരിക്കുമ്പോൾ അങ്ങ് നൽകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ രക്ഷക, അങ്ങയുടെ സഹായകനെ ഞങ്ങൾക്കായി അയച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ ഏക സന്താനങ്ങളാക്കി, ആദ്യജാതന്റെ സഹോദരങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ,